രവിയേട്ടാ രവിയേട്ടാ റഹീം വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പറയുന്നത്? അരമണിക്കൂറായിട്ടുള്ളൂ. എവിടെന്ന് ഫോൺ ചെയ്തേ? എനിക്ക് പുതിയ നമ്പറിൽ നിന്ന് ഒരു കോള് വന്നത്. നോക്കിയപ്പോൾ റഹീമായിരുന്നു. എടാ, നാഗൂറിൽ നിന്ന് എന്നെ ആരോ തട്ടിക്കൊണ്ടുവന്നു. ഇപ്പൊ കടലിനകത്ത് ഏതൊരു ബോട്ടിലാ ഞാൻ. എടാ ആരത് ചെയ്തേ? ആരാണെന്നൊരു പിടിയില്ലടാ. പക്ഷെ സെൽവി എവിടെയാന്ന് ചോദിച്ചാൽ എന്നെ ഒരുപാട് തല്ലിയടാ. സെൽവിയെ ഞാൻ പോണ്ടിച്ചേരി തനിച്ചാക്കിയിട്ടടാ വന്നത്. അവൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമായിരിക്കും. എടാ സെൽവിയെ രവിയേട്ടൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവൾക്ക് ഒരു കുഴപ്പമില്ലടാ. അപ്പൊ രവിയേട്ടനോട് കാര്യമൊന്ന് പറയടാ. തിരിച്ച് ഈ ഫോണിലേക്കൊന്നും വിളിക്കാൻ നിൽക്കരുതേ. ഏത് നമ്പറിൽ നിന്നാ ഫോൺ വന്നതെന്ന് പറ, നമുക്ക് ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്യാം. സാർ, അവൻ ഫോൺ ചെയ്ത നമ്പർ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കാണിക്കുക. പറയടാ മാറേ, നിന്റെ ബോട്ടിന്റെ അടുത്തോട്ട് പോലീസും കോസ്റ്റ് ഗാർഡും ഒക്കെ വരുന്നുണ്ടല്ലോ. സാധനം വല്ല കയറ്റിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും കൂടെ ഈ ബോട്ടിനകത്തോട്ട് കളിക്കാറുമല്ലോ. പറയടാ പറയടാ, എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്? പറ. 3 ദിവസം ഒരേ സ്ഥലത്ത് തന്നെ പറയുള്ളൂ. ആ നാട്ടുകാരായിരുന്നു ഇത്ര നാൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ കൂടി ഇങ്ങനെ തുടങ്ങിയാ സത്യം പറയണം. ഞങ്ങൾക്ക് മനസ്സിലുള്ള കാര്യമില്ല. അറിയില്ലെന്നേ. എന്ത് പണിയാടാ ഓനെ ചെയ്ത്? നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നിങ്ങൾ മോനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വയ്ക്കാം. എല്ലാ പ്രശ്നവും തീരട്ടെ. ആയിക്കോട്ടെ. അതിനുശേഷം എന്താന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം. നന്ദിയുണ്ട് മോനെ, വളരെ നന്ദിയുണ്ട് മോനെ. കരയാതെ സെൽവി. സോറി റഹീം.